സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി നമ്മിൽ വിടുതലായി രക്ഷയായി സത്യവചനം. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ. രുചിച്ചിടുവിൻ അവൻ നല്ലവനല്ലോ, ആസ്വദിക്കുവിൻ അവൻ ശ്രേഷ്ഠനല്ലോ. പുകഴ്ത്തിടുവിൻ അവൻ ഉന്നതനല്ലോ, കീർത്തിക്കുവിൻ അവൻ വല്ലഭനല്ലോ. രുചിച്ചിടുവിൻ അവൻ നല്ലവനല്ലോ, ആസ്വദിക്കുവിൻ അവൻ ശ്രേഷ്ഠനല്ലോ. പുകഴ്ത്തിടുവിൻ അവൻ ഉന്നതനല്ലോ, കീർത്തിക്കുവേൻ അവൻ വല്ലഭനല്ലോ. ഏകിടമാരാധന പാടിടാം സ്തുതികൾ, ഏകിടമാരാധന പാടിടാം സ്തുതികൾ. വണങ്ങിടാം അവൻ മുന്നിൽ, യേശുവെ പോലാരുമില്ല. സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് അനേക കാലങ്ങളിൽ പല മനുഷ്യർ പല വിധത്തിൽ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. യേശുക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന് പറയുന്ന ആളുകൾ ലോകത്തിലുണ്ട്. യേശു ജീവിച്ചിരുന്ന ഒരു സാധാരണ മനുഷ്യനായിരുന്നു, അല്ലെങ്കിൽ ഒരു മഹാനായിരുന്നു എന്ന് മാത്രം പറഞ്ഞു വയ്ക്കുന്ന ആളുകളുണ്ട്. യേശുക്രിസ്തു ദൈവമാണെന്ന് അംഗീകരിക്കുന്ന, ദൈവപുത്രനാണെന്ന് അംഗീകരിക്കുന്ന ആളുകളും ഈ ലോകത്തിലുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല, തൻ്റെ മരണത്തെക്കുറിച്ചും തൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മനുഷ്യരുടെ ഇടയിലുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ ഏറ്റവും ആധികാരികവും ഏറ്റവും വിശ്വസനീയമായിരിക്കുന്ന രേഖ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമായ ബൈബിളാണ്. പ്രത്യേകിച്ച് ബൈബിളിലെ പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചും അവൻ്റെ ജീവിതത്തെ സംബന്ധിച്ചും അവൻ്റെ മരണത്തെ സംബന്ധിച്ചും പുനരുത്ഥാനത്തെ സംബന്ധിച്ചും ഒക്കെ സവിസ്തരം പ്രസ്താവിക്കുന്ന അനേക വേദഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. യേശുക്രിസ്തുവിനെ ശരിയായി മനസ്സിലാക്കുവാൻ നാം വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിളാണ് പരിശോധിക്കേണ്ടത്. വ്യത്യസ്തങ്ങളായിരിക്കുന്ന അഭിപ്രായങ്ങൾ മനുഷ്യർ പറഞ്ഞാലും ആ അഭിപ്രായങ്ങൾക്കൊന്നും വാസ്തവത്തിൽ ആധികാരികതയോ അടിസ്ഥാനമോ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന വേദപുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള വ്യക്തമായിരിക്കുന്ന സത്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി നൽകിയിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചും തൻ്റെ മരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും ബൈബിൾ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് അല്പസമയത്തെ നമ്മുടെ ശ്രദ്ധ നൽകാം. ഇന്ന് ഈ സന്ദേശത്തിന് ആധാരമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 15-ാം അധ്യായം 3 തുടങ്ങി 8 വരെയുള്ള വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ച് തന്നുവല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്നുവരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പസ്തോലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെ എനിക്കും പ്രത്യക്ഷനായി. അപ്പസ്തോലനായ പൗലോസ് കൊരിന്തിലുള്ള വിശ്വാസികൾക്ക് എഴുതുമ്പോൾ
യേശുക്രിസ്തുവിൻ്റെ മരണ അടക്കൽ പുനരുത്ഥാനങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പറഞ്ഞ ചില സത്യങ്ങളാണ് നാം വായിച്ചു കേട്ട വേദഭാഗത്ത് ഉള്ളത്. ഈ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിൻ്റെ മരണം, അടക്കൽ, പുനരുത്ഥാനം എന്നിവ സംബന്ധിച്ച് നാം എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട അതിപ്രധാനമായിരിക്കുന്ന ചില സത്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ മരണം, യേശുക്രിസ്തുവിൻ്റെ അടക്കൽ, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം, ഇതൊക്കെ വാസ്തവത്തിൽ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളായിട്ടാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവയെക്കുറിച്ചൊക്കെയുള്ള മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളും മനുഷ്യൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളും വളരെ വ്യത്യസ്തമാണ്. എന്നാൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിളിന് പറയാനുള്ള ചില സത്യങ്ങളാണ് ഈ വേദവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത്. ഒന്നാമത്, ഈ വേദഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സത്യം, യേശുക്രിസ്തുവിൻ്റെ മരണം, അടക്കൽ, പുനരുത്ഥാനമെല്ലാം പഴയ നിയമ തിരുവെഴുത്തുകളിൽ വെളിപ്പെടുത്തിയിരുന്ന കാര്യങ്ങളായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, യേശുക്രിസ്തുവിൻ്റെ മരണം, അടക്കൽ, പുനരുത്ഥാനം എന്നിവ തിരുവെഴുത്തുകളുടെ നിവൃത്തിയായി സംഭവിച്ച സംഭവങ്ങളാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ചും മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചും തൻ്റെ അടക്കലിനെക്കുറിച്ചും തൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചെല്ലാം യേശുവിന് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകന്മാർ മുൻകൂട്ടി എഴുതി വെച്ച പ്രകാരമാണ് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ആ സംഭവങ്ങളെല്ലാം അരങ്ങേറിയത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണമായി പറഞ്ഞാൽ, യേശുക്രിസ്തുവിൻ്റെ മരണത്തെ സംബന്ധിച്ച് ധാരാളം പ്രവചനങ്ങൾ നമുക്ക് പഴയ നിയമത്തിൽ കാണാനായിട്ട് സാധിക്കും. സങ്കീർത്തനം 22-ാമത്തെ സങ്കീർത്തനം എഴുതിയത് ദാവീദ് എന്ന് പറഞ്ഞ പഴയ നിയമത്തിലെ രാജാവാണ്. ദാവീദ് ജീവിച്ചിരുന്നത് യേശുക്രിസ്തുവിനും ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പാണ്. യേശുക്രിസ്തുവിനും 1000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ദാവീദ് പ്രവചനാത്മാവിൽ എഴുതി വെച്ച ഒരു സങ്കീർത്തനമാണ് 22-ാമത്തെ സങ്കീർത്തനം. ആ സങ്കീർത്തനം ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 22-ാം സങ്കീർത്തനം എൻ്റെ 1-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്ത്? ഈ വാക്യം നമുക്ക് യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള വിവരണത്തിൽ പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കും. യേശുക്രിസ്തു കുരിശിൽ കിടന്ന് വാവിട്ട് നിലവിളിച്ച ഒരു നിലവിളിയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നാൽ ആ നിലവിളി യേശുക്രിസ്തുവിനും 1000 വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഈ സങ്കീർത്തനത്തിൽ തന്നെ അനേക വാക്യങ്ങൾ, എല്ലാ വാക്യങ്ങളും ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നില്ല, ഒരു വാക്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. ആ സങ്കീർത്തനത്തിൻ്റെ 18-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു. യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് വിവരിക്കുന്ന പുതിയ നിയമ വേദഭാഗത്ത് യേശുക്രിസ്തുവിൻ്റെ വസ്ത്രം അവർ കീറാതെ ആ ഒറ്റ അങ്കി അവർ ചീട്ടിട്ട് എടുത്തതായിട്ട് നാം വായിക്കുന്നുണ്ട്. നാം വായിച്ച ഈ സങ്കീർത്തനം യേശുക്രിസ്തുവിൻ്റെ മരണത്തിനും ഏതാണ്ട് 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട സങ്കീർത്തനമാണ്. അവിടെ യേശുക്രിസ്തുവിൻ്റെ മരണസമയത്ത് യേശുക്രിസ്തു ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കൂടെയുള്ള ആളുകൾ അത് ചീട്ടിട്ടെടുക്കുന്നതിനെ സംബന്ധിച്ച് പ്രവചനാത്മാവിൽ എഴുതിയിരിക്കുന്ന വാക്യമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ എഴുതിയിരുന്ന പ്രകാരമാണ് തൻ്റെ മരണത്തിൽ ഉടനീളം സംഭവിച്ച സംഭവങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീണ്ടും ഞാൻ മറ്റൊരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. യേശയ്യാവിൻ്റെ പുസ്തകം 53-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ച് കളയത്തക്കോണം അവൻ നിന്ദിതനായിരുന്നു. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്തിലേക്ക് ശ്രദ്ധിച്ചാൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് എല്ലാവരാലും നിന്ദിക്കപ്പെട്ട് ഒരു നിന്ദാപാത്രമായി അന്ന് അപമാനത്തിന് അടയാളമായിരിക്കുന്ന കുരിശിലാണ് യേശുവിനെ തറച്ച് കൊന്നത് നമുക്കറിയാം. എല്ലാവരാലും നിന്ദിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ടൊരു മരണമാണ് കർത്താവായ യേശുക്രിസ്തു ലഭിക്കുന്നത് എന്ന് പ്രവചനാത്മാവിൽ ഏകദേശം യേശുവിനും 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന യേശയ്യാവ് പ്രവചിക്കുകയാണ്. വീണ്ടും അതിനെ തന്നെ മറ്റൊരു വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. യേശയ്യാവ് 53-ന്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടിയായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ മരണസമയത്ത് യേശുക്രിസ്തുവിന് അവർ വിധി കൽപ്പിച്ചത് ആ നാട്ടിൽ ഏറ്റവും ദുഷ്ടന്മാരായിരിക്കുന്ന ചില മനുഷ്യരോട് കൂടിയാണ്. നമുക്ക് ചരിത്രമറിയാം, യേശുക്രിസ്തുവിനൊപ്പം 2 ദുഷ്പ്രവൃത്തിക്കാരെയും ക്രൂശിൽ തറച്ചു കൊന്നു. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ഒപ്പം കിടക്കുന്ന ദുഷ്പ്രവൃത്തിക്കാരുടെ കൂട്ടത്തിൽ യേശു കിടക്കുന്നത് കണ്ടാൽ മറ്റൊരു ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന് തോന്നത്തക്ക നിലയിൽ അവർ ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. യേശുക്രിസ്തുവിന്റെ അടക്കലിനെ സംബന്ധിച്ച് നാം വായിക്കുന്നത് അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടിയായിരുന്നു. നാം പുതിയ നിയമം വായിച്ചാൽ
യേശുക്രിസ്തുവിനെ അടക്കിയത് ജോസഫ് എന്ന് പറഞ്ഞ മന്ത്രി വാങ്ങിയ ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയ കല്ലറയിലാണ് എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. അവനെ അടക്കിയത് വാസ്തവത്തിൽ സമ്പന്നന്മാരെ അടക്കുന്ന ഇടത്തായിരുന്നു. യേശുക്രിസ്തുവിന്റെ മരണത്തെ സംബന്ധിച്ച് അക്ഷരം പ്രതി നിറവേറിയ ചില വേദഭാഗങ്ങളാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. യേശുക്രിസ്തു ജനിക്കും മുമ്പ് 700-1000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തികൾ യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞ ചില പ്രവചനങ്ങളാണ് നാം ഇപ്പോൾ വായിച്ച് കേട്ടത്. ആ പ്രവചനങ്ങളെല്ലാം അക്ഷരം പ്രതി നിറവേറ്റിക്കൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ മരണം. നാം വായിച്ച വേദഭാഗത്ത് പറയുന്നത് പോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. പഴയ നിയമ തിരുവെഴുത്തുകളിൽ മുൻകൂട്ടി അറിയിച്ചിരുന്ന പ്രകാരം, മുൻകൂട്ടി പ്രവചിച്ചിരുന്ന പ്രകാരമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരിയിലെ മരണം നടന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുമാത്രമല്ല, അവൻ മരിക്കുക മാത്രമല്ല, തിരുവെഴുത്തുകളിൻ പ്രകാരം താൻ അടക്കപ്പെട്ടു. യേശുക്രിസ്തുവിൻ്റെ അടക്കലിനെ സംബന്ധിച്ച് നാം അല്പം മുമ്പ് വായിച്ച വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെയായിരുന്നു. യേശുക്രിസ്തുവിനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി ദുഷ്പ്രവൃത്തിക്കാരുടെ കൂട്ടത്തിൽ ശവക്കുഴി കൊടുത്തു. എന്നാൽ അവനെ അടക്കിയത് സമ്പന്നന്മാരെ അടക്കുന്ന ഇടത്ത് ഒരു സമ്പന്നനെ പോലെ അടക്കപ്പെട്ടവനാണ്. അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ അടക്കിയത് സമ്പന്നന്മാരുടെ കൂടിയാണ് എന്ന് പറഞ്ഞാൽ വളരെ യോജിക്കാൻ അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കാൻ സാധ്യമല്ലാത്ത ഒരു പ്രവചനവാക്യമായിട്ടാണ് പൊതുവിൽ പ്രവചന പണ്ഡിതന്മാർ ആ വാക്യത്തെക്കുറിച്ച് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ മരണം കൽപ്പിച്ചത് ദുഷ്പ്രവൃത്തിക്കാരോട് കൂടി ആയിരുന്നു, പക്ഷേ അവനെ അടക്കിയത് സമ്പന്നന്മാരുടെ കല്ലറയിലായിരുന്നു. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണവും അടക്കലൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്ന് മനസ്സിലാക്കത്തക്ക നിലയിൽ പഴയ നിയമ തിരുവെഴുത്തുകളിൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചും തൻ്റെ അടക്കലിനെക്കുറിച്ചും പറഞ്ഞ ആ പ്രവചനങ്ങൾ അക്ഷരം പ്രതി നിറവേറ്റിക്കൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ മരണവും തൻ്റെ അടക്കലും നടന്നത് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനവും ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിളിലെ പഴയ നിയമത്തിൽ മുൻകൂട്ടി പ്രസ്താവിച്ചിരുന്ന പ്രകാരമാണ് യേശുവിൻ്റെ പുനരുദ്ധാനം നടന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനവും തിരുവെഴുത്തുകളുടെ നിവൃത്തിയായി നടന്നു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പല വേദഭാഗങ്ങൾ നമ്മളെ സഹായിക്കും. ഞാനൊരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. സങ്കീർത്തനം 16-10 വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ച് അടക്കി, എന്നാൽ 3-ാം ദിവസം യേശു പുനരുദ്ധാനം ചെയ്തു. അതിനെ സംബന്ധിച്ച് മുൻകൂട്ടി പറഞ്ഞൊരു പ്രവചനമാണ് അവൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ. നമുക്കറിയാം, മരിച്ചൊരു മനുഷ്യനെ അടക്കിയാൽ തീർച്ചയായിട്ടും ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അവൻ്റെ ആ ശരീരം അഴുകിപ്പോകും. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരം അഴുകുകയില്ല, അവൻ്റെ ശരീരത്തിന് ദ്രവത്വം സംഭവിക്കുകയില്ല എന്ന് യേശുക്രിസ്തുവിനും 1000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകൻ അരുളി ചെയ്ത പ്രകാരമാണ് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം സംബന്ധിച്ചത്. ഈ വാക്യത്തെ ലൂക്കോസ് എന്ന് പറയുന്ന ആ ലേഖകൻ തൻ്റെ അപ്പസ്തോല പ്രവൃത്തി എന്ന പുസ്തകത്തിൽ കോട്ട് ചെയ്ത് പറയുന്നത് ഇങ്ങനെയാണ്: അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല, അവൻ്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം മുമ്പ് കൂട്ടി കണ്ട് പ്രസ്താവിച്ചു. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിൽ ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അപ്പസ്തോല പ്രവൃത്തി എന്ന പുസ്തകത്തിൽ 2-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യത്തിൽ അപ്പസ്തോലന്മാർ നടത്തിയൊരു പ്രസ്താവനയാണ്: അവൻ്റെ പരിശുദ്ധനെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല, അവൻ്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം മുമ്പ് കൂട്ടി കണ്ട് പ്രസ്താവിച്ചു. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനവും പഴയ നിയമ തിരുവെഴുത്തുകളുടെ നിവൃത്തിയായിട്ടാണ് സംഭവിച്ചതെന്ന് നമുക്കിതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയമുള്ളവർ, അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണ അടക്കൽ പുനരുദ്ധാനത്തെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, അത് പഴയ നിയമ തിരുവെഴുത്തുകളുടെ നിവൃത്തിയായി സംഭവിച്ച സംഭവങ്ങളാണ്. രണ്ടാമത്, യേശുക്രിസ്തുവിൻ്റെ മരണ അടക്കൽ പുനരുദ്ധാനങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സത്യം, അത് ചരിത്ര സംഭവങ്ങളാണ്. നാം ഈ വായിച്ച വേദഭാഗം പരിശോധിച്ചാൽ അപ്പോസ്തലനായ പൗലോസ് യേശുക്രിസ്തുവിന്റെ മരണ അടക്കൽ പുനരുത്ഥാനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് അതിന് സാക്ഷികളായി തീർന്ന അല്ലെങ്കിൽ പുനരുത്ഥാനം ചെയ്ത യേശുക്രിസ്തുവിനെ കണ്ട ചില വ്യക്തികളുടെ വിവരണങ്ങളോട് പറയുന്നുണ്ട്. ഞാൻ ആ വേദഭാഗത്തെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്നുകൂടെ കൊണ്ടുവരാം. യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്ത ശേഷം കേഫാവിനും, കേഫാവ് എന്ന് പറയുന്ന പത്രോസിനും പിന്നെ 12 പ്രത്യക്ഷമായി. അങ്ങനെ ഞാൻ ഗ്രഹിച്ചത് നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവരിൽ മിക്ക പേരും ഇന്ന് ജീവനോടെ ഇരിക്കുന്നു. പൗലോസ് അത് പ്രസ്താവിക്കുമ്പോൾ അർത്ഥമാക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേറ്റവരായി കണ്ടവരിൽ പലരും ഇപ്പോഴും ജീവനോടുണ്ട്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ
ആ വ്യക്തികളെ ചെന്ന് കണ്ട് ഇൻ്റർവ്യൂ ചെയ്യാം. അവരെ നേരിട്ട് കണ്ട് അവരുടെ നേർ സാക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ദൃക്സാക്ഷികളെ കണ്ട് നിങ്ങൾക്ക് ഉറപ്പുവരുത്താമെന്നാണ്. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ അടക്കൽ മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനവും ചരിത്ര സംഭവമാണ് എന്ന് തെളിവ് സഹിതം പറയുന്ന ഒരു വേദഭാഗമാണ് നാം വായിച്ച് കേട്ട വേദഭാഗം. യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം അതൊരു ക്രിസ്തീയ വിശ്വാസികളുടെ കേവലം ഒരു സങ്കല്പമല്ല, അവരുടെ കേവലം ഒരു വിശ്വാസമായിരുന്നില്ല, മറിച്ച് ചരിത്രത്തിൽ അരങ്ങേറിയ ഒരു ചരിത്ര സംഭവമാണ് യേശുക്രിസ്തുവിൻ്റെ മരണവും യേശുക്രിസ്തുവിൻ്റെ അടുക്കലും അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം. യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് നമുക്കറിയാം. ലോക ചരിത്രത്തിൽ യഹൂദ ചരിത്രകാരന്മാരും റോമൻ ഹിസ്റ്റോറിയൻസ് ഒക്കെ യേശുക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് പല ഇടങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ അങ്ങനെയുള്ളവരെല്ലാം നിഷേധിക്കുമ്പോഴും യേശുക്രിസ്തു പുനരുദ്ധാനം ചെയ്തു എന്നുള്ള വസ്തുത ഒരു ചരിത്ര സംഭവമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. യേശുക്രിസ്തു പുനരുദ്ധാനം ചെയ്തു എന്നുള്ളത് ഒരു ചരിത്ര സംഭവമാണ് എന്നുള്ളതിന് നമുക്ക് വേറെയും പല തെളിവുകൾ ദൈവത്തിന് വരുന്ന അടിസ്ഥാനത്തിൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് നാം ഈ വായിച്ച വേദഭാഗത്ത് തന്നെ പറയുന്നുണ്ട്. യേശുക്രിസ്തുവിനെ പുനരുദ്ധാനം ചെയ്തവനായി കണ്ട അനേക സാക്ഷികളുടെ പേരുകളും സംഭവങ്ങളും അപ്പോസ്തലൻ വ്യക്തമാക്കുകയാണ്. ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് അത് ക്രിസ്തീയ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് അന്നുണ്ടായ ഒരു ഹാലൂസിനേഷനാണ്, ഒരു തോന്നലാണ് എന്ന് പലരും പറയാറുണ്ട്. എന്നാൽ ഈ വാക്യം പരിശോധിച്ചാൽ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനം ഒരു തോന്നലായിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം അവിടെ പറയുന്നത് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതകളിൽ ഒന്ന്, യേശു 500-ലധികം പേർക്ക് ഒരുമിച്ച് പ്രത്യക്ഷമായി. 500-ലധികം പേർക്ക് ഒരുമിച്ച് ഹാലൂസിനേഷൻ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യമല്ലാത്ത ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് 500-ലധികം പേർ കൂടിയിരിക്കുന്ന ആളുടെ മധ്യത്തിൽ പ്രത്യക്ഷനായപ്പോൾ അവർ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ കണ്ടു. അത് അവരുടെ തോന്നലായിരുന്നില്ല. യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് വ്യക്തമായിരിക്കുന്ന തെളിവ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ നിരത്തുകയാണ്. മാത്രമല്ല ഈ ലേഖനം ഇടുന്ന പൗലോസ് പറയുകയാണ്, അകാല പ്രജ പോലെ ഒടുവിൽ അവൻ എനിക്കും പ്രത്യക്ഷമായി. ഒരു നേർ സാക്ഷി എന്നുള്ള നിലയിൽ താൻ സത്യസന്ധമായി പ്രസ്താവിക്കുകയാണ്, യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേറ്റവനായി ഞാൻ കണ്ടു എന്നുള്ള പ്രസ്താവനയും താൻ അങ്ങനെ നടത്തുകയാണ്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്തു എന്നുള്ളതിന് ബൈബിളിലൂടെ നമ്മൾ പരിശോധിച്ചാൽ മറ്റനേകം തെളിവുകൾ കാണാം. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ പിന്നീടുള്ള ജീവിതം പരിശോധിച്ചാൽ അവർ കാണിച്ച ധൈര്യം യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് തെളിവാണ്. യേശുക്രിസ്തുവിനെ പിടിച്ച സമയത്ത് ഭീരുക്കളായി യേശുവിനെ വിട്ടകന്ന് ഓടിപ്പോയ ശിഷ്യന്മാർ യേശുക്രിസ്തു പുനരുദ്ധാനം ചെയ്ത ശേഷം യേശുവിനെ കുരിശിൽ തറച്ച് കൊന്ന അതേ പട്ടണത്തിൽ നിന്ന് പ്രസംഗിക്കുകയാണ്. അവരുടെ പ്രസംഗ വിഷയം എന്തെന്നറിയാമോ? നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുക്രിസ്തുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവർ പ്രസംഗിച്ചത് വിദൂര ദേശങ്ങളിലല്ല, യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ച് കൊന്ന ആ യെരുശലേം പട്ടണത്തിൽ നിന്നുകൊണ്ട് തന്നെ യേശുവിനെ കുരിശിൽ തറച്ച ആ സമൂഹത്തോട് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ക്രൂശിൽ തറച്ച് കൊന്ന യേശുക്രിസ്തുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. പ്രിയമുള്ളവരെ, ഒരു നുണ പ്രചരിപ്പിക്കാൻ ഇത്രയും ധൈര്യം ഒരു മനുഷ്യർക്കും കാണിക്കാൻ സാധ്യമല്ല. മാത്രമല്ല അവർ പ്രസംഗിച്ചത് യേശുവിനെ അറിയില്ലാത്ത ഒരു പ്രദേശത്തല്ല, യേശുക്രിസ്തുവിനെ പരിചയമുള്ള, യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ച് കൊന്ന അതേ സമൂഹത്തോട് പ്രസംഗിക്കുകയാണ്, നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്ന യേശുക്രിസ്തുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. മാത്രമല്ല അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ആ വ്യത്യാസങ്ങൾ, അവർ കാണിച്ച ധൈര്യം, ഇതൊക്കെ യേശുക്രിസ്തു പുനരുദ്ധാനം ചെയ്തു എന്നുള്ളതിന് ചരിത്രപരമായിരിക്കുന്ന തെളിവാണ്. മാത്രമല്ല യേശുക്രിസ്തുവിനെ തുറന്ന കല്ലറ, യേശുവിനെ അടക്കിയപ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ കല്ലറ റോമൻ മുദ്ര വെച്ച് അത് ഉറപ്പുവരുത്തിയിരുന്നു. മാത്രമല്ല റോമൻ പടയാളികളെ ആ യേശുവിൻ്റെ കല്ലറയ്ക്ക് കാവൽ നിർത്തിയിരുന്നു. യേശുക്രിസ്തുവിൻ്റെ കല്ലറ റോമൻ മുദ്ര വെച്ചു എന്ന് മാത്രമല്ല റോമൻ പടയാളികളെ കാവൽ നിർത്തി. ഈ കാവലിനെയും ഈ മുദ്രയും ഭേദിച്ചുകൊണ്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്ന പേരിൽ ഒരു പടയാളിയെ പോലും ശിക്ഷിച്ചതായി നാം ഒരു ചരിത്രത്തിലും വായിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനം എന്ന് പറയുന്നത് യേശുവിന്റെ തുറന്ന കല്ലറ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു ചരിത്ര സംഭവമാണ്. ഇന്നും യെരുശലേമിൽ ചെന്നാൽ യേശുക്രിസ്തുവിന്റെ തുറന്ന കല്ലറ കാണാം. അതിന് മുമ്പിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ബൈബിളിലൂടെ മാത്രമല്ല സെക്യുലർ ഹിസ്റ്ററിയിലൂടെ നമുക്ക് തീർച്ചയായിട്ടും യേശുക്രിസ്തുവിന്റെ മരണവും അടക്കലും പുനരുദ്ധാനവും ചരിത്ര സംഭവങ്ങളാണ് മനസ്സിലാക്കാൻ ധാരാളം തെളിവുകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഡോക്ടർ ഗ്രേ ഹെബർമാസ് എന്ന് പറയുന്ന ഒരു പരിവേഷകൻ ഒരിക്കൽ നടത്തിയ പരിവേഷണത്തെക്കുറിച്ച് ഇങ്ങനെ വായിക്കാനിടയായി തീർന്നു. 1975 തുടങ്ങി 2009 വരെ അദ്ദേഹത്തിൻ്റെ പരിവേഷണങ്ങളിൽ പല ഭാഷകളിലുള്ള ആധികാരികമായ രേഖകൾ അദ്ദേഹം പരിശോധിച്ചു. ഏകദേശം 2200 രേഖകൾ അദ്ദേഹം പരിശോധിച്ചതിൽ 2200 രേഖകൾ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് ശക്തമായ തെളിവുകളായിട്ട് അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ സംബന്ധിച്ച്
അദ്ദേഹം പരിശോധിച്ച രേഖകൾ ക്രിസ്തീയ എഴുത്തുകാർ എഴുതിയവ മാത്രമായിരുന്നില്ല. സ്കെപ്റ്റിക്കുകളും അതുപോലെ അക്രൈസ്തവരായിരിക്കുന്ന പണ്ഡിതന്മാരും എഴുതിയ ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ ഇത്രയും രേഖകൾ 2200ഓളം ആധികാരികമായ രേഖകൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു വളരെ ശക്തമായി പിന്താങ്ങുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന പുരാവസ്തു രേഖകളും മാത്രമല്ല യേശുവിൻ്റെ പുനരുത്ഥാനത്തെ സംബന്ധിച്ച് നടത്തിയ ഗവേഷണങ്ങളുടെയൊക്കെ ഫലങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. അത് പരിശോധിച്ചാൽ യേശുക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടെന്ന് മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനവും ഒരു ചരിത്ര സംഭവമാണെന്ന് ബൗദ്ധിക സത്യസന്ധതയുള്ള ഏത് മനുഷ്യർക്കും അംഗീകരിക്കാൻ തക്കോണം തെളിവുകളുള്ളൊരു സംഭവമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ സംബന്ധിച്ച് നാം വായിച്ച വേദഭാഗത്ത് പറയുന്ന മൂന്നാമത്തെ സത്യം എന്ന് പറയുന്നത്, അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളിൽ നമ്മൾ രക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് പുനരുദ്ധാനം ചെയ്ത്. യേശുക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനങ്ങൾ ആകസ്മിക സംഭവമായിരുന്നില്ല, തിരുവെഴുത്തുകൾ നിവൃത്തിയായിരുന്നു. യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങൾ അത് ചരിത്ര സംഭവങ്ങളായിരുന്നു. എന്നാൽ അതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് നാം വായിച്ച വേദഭാഗത്ത് ഇങ്ങനെയാണ് വായിച്ചത്: ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങളുടെ പർപ്പസ് എന്താണ്, ഉദ്ദേശം എന്താണ്? ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് മനുഷ്യവർഗത്തെ അഥവാ നമ്മളെ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയായിരിക്കുന്ന നിത്യ നരകശിക്ഷയിൽ നിന്നും വീണ്ടെടുക്കേണ്ടതിനാണ്, പാപത്തിൽ നിന്നും രക്ഷിക്കേണ്ടതിനാണ്. യേശുക്രിസ്തുവിന്റെ കാൽവരി കുരിശിലെ മരണത്തെക്കുറിച്ച് നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു മരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനവും തൻ്റെ കുരിശിലെ മരണവും തൻ്റെ അടക്കലും തൻ്റെ പുനരുദ്ധാനവും ഒക്കെ വാസ്തവത്തിൽ നമ്മുടെ പാപത്തിനുള്ള പരിഹാര ബലിയായിരുന്നു. കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാനം, തൻ്റെ ബലി ദൈവം സ്വീകരിച്ചതിൻ്റെയും താൻ എന്തിനു വേണ്ടി ഈ ലോകത്തിൽ വന്ന് ബലിയായി മരിച്ചോ ആ സംഭവം വിജയിച്ചു, അത് പൂർത്തിയായി എന്നുള്ള ഏറ്റവും വലിയ തെളിവായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ചും അടക്കലിനെക്കുറിച്ചും അവന്റെ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ അംഗീകരിക്കുന്ന മനുഷ്യർ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനവും അംഗീകരിക്കുന്ന മനുഷ്യർ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ കാൽവരി യാഗത്തിൽ വ്യക്തിപരമായി വിശ്വാസം അർപ്പിക്കുന്നുവെങ്കിൽ, അവനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുന്നുവെങ്കിൽ, ആ വിശ്വസിക്കുന്ന സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് പാപക്ഷമ ലഭിക്കും, പാപമോചനം ലഭിക്കും എന്നുള്ളതാണ് ആ സംഭവങ്ങൾക്ക് നമ്മളോട് പറയാനുള്ള സന്ദേശം. പ്രിയമുള്ളവരെ, ഇതാണ് വാസ്തവത്തിൽ സുവിശേഷം. എല്ലാ മനുഷ്യരും കേൾക്കേണ്ട സദ്വാർത്ത. കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷിതാവ് ഈ ലോകത്തിലേക്ക് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഒരു ചരിത്ര പുരുഷനായി ജീവിച്ച്, ചരിത്രത്തിൽ കാലത്തിന്റെ മധ്യത്തിൽ ലോകത്തിന്റെ മധ്യത്തിൽ നമുക്ക് പകരക്കാരനായി മരിച്ച്, നമ്മുടെ പാപങ്ങളുടെ ശിക്ഷകൾ മുഴുവൻ വഹിച്ച് അവൻ കുരിശിൽ ഒരു ബലിയായി മരിച്ചു. മാത്രമല്ല, മരിച്ച് അങ്ങനെ കല്ലറയിൽ ഒടുങ്ങിപ്പോയവനല്ല, മൂന്നാം ദിവസം കല്ലറയെ ഭേദിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരു സാക്ഷാൽ രക്ഷിതാവാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്, ഈ കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ച കർത്താവായ യേശുക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ ഏക രക്ഷകനും ഏകനാഥനുമായി സ്വീകരിച്ച്, യേശു എന്തിനാണോ ഈ ലോകത്തിൽ വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് ആ ഉദ്ദേശത്തെ നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാക്കിക്കൊണ്ട് അവനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് കർത്താവ് ഒരുക്കുന്ന പാപക്ഷമയും നിത്യജീവനും പ്രാപിക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. ഈ സന്ദേശം കേട്ട എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണടക്കൽ പുനരുത്ഥാനത്തിലൂടെ ദൈവം ഒരുക്കിയ പാപക്ഷമയും നിത്യജീവൻ ലഭിപ്പാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ രക്ഷകനായി വിശ്വാസത്താൽ സ്വീകരിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. കേട്ട എല്ലാവർക്കും നന്ദി. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം. മശിഹായേ നീ അഭിഷിക്തനല്ലോ, ക്രിസ്തുവേ നീ രക്ഷകനല്ലോ, രാജാവേ നീ സർവാധികാരിയല്ലോ, പ്രഭാത താരമേ നീ തേജസ്സുള്ളവൻ. മശിഹായേ നീ അഭിഷിക്തനല്ലോ, ക്രിസ്തുവേ നീ രക്ഷകനല്ലോ, രാജാവേ നീ സർവാധികാരിയല്ലോ, പ്രഭാത താരമേ നീ തേജസ്സുള്ളവൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് ഇന്നും നമുക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണ അടുക്കൽ പുനരുദ്ധാനത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കേട്ടത്. നാം ചിന്തിച്ചതുപോലെ കർത്താവായ യേശുക്രിസ്തു മരിച്ചത്, അടക്കപ്പെട്ടത്, അത് ഉയർത്തെഴുന്നേറ്റത്
മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനാണ്. പാപിയായിരിക്കുന്ന മനുഷ്യന് രക്ഷ പ്രദാനം ചെയ്യുവാൻ, അവനെ സ്വർഗരാജ്യത്തിന് അവകാശിയാക്കി തീർക്കുവാൻ കഴിയുന്ന പര്യാപ്തമായ ഒരു പാപപരിഹാര ബലിയാണ് കാൽവരി ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു പൂർത്തീകരിച്ചത്. നമ്മുടെ ആത്മാവ് മരണശേഷം സ്വർഗത്തിൽ പോകണമെന്ന് നാം വാസ്തവമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുള്ള ഏക വഴി കർത്താവായ യേശുക്രിസ്തു മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് എന്ന് വിശ്വസിച്ചാൽ മാത്രം മതിയാകും. ഈ ഒരു മാർഗമല്ലാതെ മനുഷ്യന് രക്ഷ പ്രാപിക്കുവാൻ മറ്റൊരു മാർഗവും പിതാവായിരിക്കുന്ന ദൈവം നൽകിയിട്ടില്ല എന്നുള്ളത് ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന സത്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളിങ്ങനെ പറയുമോ, അതേ കർത്താവേ, അങ്ങ് മരിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ ചെയ്തതായിരിക്കുന്ന പാപത്തിൻ്റെ ഫലമായിട്ടാണ് കർത്താവെ അങ്ങ് ക്രൂശിൽ മരിക്കേണ്ടി വന്നത് എന്ന് അംഗീകരിച്ച് ആ കർത്താവിനെ എൻ്റെ രക്ഷിതാവ് നാഥനുമായി ഞാൻ സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ ഈ നിമിഷം പറഞ്ഞാൽ ആ നിമിഷത്തിൽ തന്നെ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയും. ഈ നിലയിൽ കർത്താവിനെ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സകല സൃഷ്ടികളുടെയും നിയന്ത്രിതാവായിരിക്കുന്ന ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പാപിയായിരിക്കുന്ന മനുഷ്യന് സ്വർഗത്തിലെ ദൈവം ഒരുക്കിയതായിരിക്കുന്ന രക്ഷാമാർഗമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം. ആ ക്രൂശുമരണത്തെ നോക്കിക്കൊണ്ട് ആ കർത്താവ് മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് എന്ന് അംഗീകരിച്ച് ആ കർത്താവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള ദൈവവചന സന്ദേശത്തിനായി നന്ദിയോട് സ്തോത്രം. ഇന്ന് വചനം കേട്ട പ്രിയ സ്നേഹിതർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ഹൃദയത്തോട് കർത്താവ് സംസാരിക്കണമേ. പാപത്തെ ദൈവമാകെ ഏറ്റുപറഞ്ഞ് കർത്താവിന് രക്ഷിതാവും നാഥനുമായ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും പ്രാർത്ഥനാ ആവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ് 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിച്ചാലും അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമായി